താരസംഘടനയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ താരങ്ങൾക്കിടയിൽ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ മത്സരം. ഇതിനായി പ്രത്യേക ലോബികളും ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. താരസംഘടനയിൽ രാഷ്ട്രീയം കടന്നുകൂടിയെന്നും ഇതിനായി ഒരു വിഭാഗം മത്സരത്തിനുണ്ടെന്നുമുള്ള തരത്തിൽ നേരത്തെ വാർത്ത വന്നിരുന്നു. എന്നാൽ അമ്മയുടേത് രാഷ്ട്രീയമല്ലെന്നും വ്യക്തികൾക്കിടയിലെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംഘടനയെ ഹൈജാക്ക് ചെയ്യുന്നതാണെന്നുമുള്ള ആരോപണം സംഘടനയിൽ രൂക്ഷമായിട്ടുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഡ്ഹോക് കമ്മിറ്റി പുറത്തിറക്കിയ വോട്ടർ പട്ടിക നേരത്തെ വിവാദമായിരുന്നു. ആ പട്ടികയിൽ കമൽഹാസൻ്റെയും IM വിജയൻ്റെയും സതീഷ് സച്ചിൻ്റെയും പേര് ഒഴിവാക്കിയിരുന്നു. അതിനോടൊപ്പം തന്നെ യാതൊരു അധികാരവുമില്ലാത്ത അഡ്ഹോക് കമ്മിറ്റി പുതുതായി 4 പേർക്ക് അംഗത്വം നൽകുകയും ചെയ്തു. ഇതിനെതിരെ സംഘടനയ്ക്കകത്ത് കടുത്ത എതിർപ്പ് ഉയരുന്നുണ്ട്. പുതുതായി അംഗത്വം നൽകിയതല്ലെന്നും നേരത്തെ ഇരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് 4 പേർക്ക് അംഗത്വം കൊടുത്തതെന്നുമായിരുന്നു അഡ്ഹോക് കമ്മിറ്റിയുടെ വിശദീകരണം. അങ്ങനെയാണെങ്കിൽ യാതൊരുവിധ പണമിടപാടുകളും നടത്താൻ അധികാരമില്ലാതിരുന്ന കമ്മിറ്റി എന്തിനാണ് പുതിയ അംഗത്വത്തിന് 4 പേരിൽ നിന്നും പണം വാങ്ങിയതെന്ന ചോദ്യവും അംഗങ്ങൾ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഇത് അഴിമതിയാണെന്നും അംഗങ്ങളിൽ ചിലർ ആരോപിച്ചു. ജനറൽ ബോഡിയിൽ റിപ്പോർട്ടായി പോലും ഈ അംഗത്വം നൽകുന്ന കാര്യം അവതരിപ്പിച്ചിട്ടേയില്ല. തെരഞ്ഞെടുപ്പിൽ ചിലർക്ക് ജയിക്കാൻ വേണ്ടി അവരുടെ പക്ഷത്ത് ആൾക്കാരെ ചേർക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ അംഗത്വ വിതരണമെന്നും ചിലർ ആരോപിക്കുന്നു. വോട്ടർ പട്ടികയിലെ ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും താരങ്ങൾക്കിടയിൽ വലിയ ചർച്ച നടക്കുന്നതിനിടെയാണ് സംഘടനയെ ചിലർ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇത് മറച്ചുവയ്ക്കാൻ വേണ്ടിയാണ് സംഘടനയിൽ കാവ്യവൽക്കരണമെന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പുറത്തുവിടുന്നതെന്നും ചിലർ പറയുന്നു. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നടൻ സുരേഷ് ഗോപി സംഘടനയിലെ വരവ് ചെലവിൻ്റെ കണക്കുകൾ ചോദിച്ചിരുന്നു. ഇതേ തുടർന്നാണ് സംഘടനയിൽ കാവ്യവൽക്കരണമെന്ന തരത്തിൽ വ്യാജ വാർത്ത പടച്ചുവിട്ടത്. സംഘടനയിലെ തന്നെ ചിലരുടെ ഒത്താശയോടെയായിരുന്നു ഈ വാർത്ത പ്രചരിച്ചതെന്നും അവർ പറയുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6 പേരാണ് നിലവിൽ നോമിനേഷൻ നൽകിയിരിക്കുന്നത്. അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, ദേവൻ, രവീന്ദ്രൻ, ജഗദീഷ്, ശ്വേതാമേനൻ എന്നിവരാണ് ഈ മത്സരാർത്ഥികൾ. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള മത്സരമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടക്കുന്നത്. ജഗദീഷിനെതിരെ സംഘടനയ്ക്കകത്ത് തന്നെ ചിലർക്ക് കടുത്ത അമർഷമാണുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള ആരോപണങ്ങളും ഉയർന്ന സമയത്ത് അന്നത്തെ ഭരണസമിതി വാർത്താസമ്മേളനം നടത്താനൊരുക്കിയപ്പോൾ തടഞ്ഞത് ജഗദീഷായിരുന്നുവെന്ന് ചില അംഗങ്ങൾ പറയുന്നു. എന്നാൽ അത് കഴിഞ്ഞ് അമ്മയുടെ ഭരണസമിതി ഒന്നും മിണ്ടാതെ ഊമയെപ്പോലെ ഇരിക്കുകയാണെന്ന് ആരോപിച്ചതും ജഗദീഷാണ്. ഇതാണ് അമ്മയിലെ അംഗങ്ങളിൽ ചിലർ ജഗദീഷിനെതിരെ രംഗത്തെത്താൻ കാരണം. ഈ അമർഷം ദേവന് ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗം വിലയിരുത്തുന്നത്. അതേസമയം ശ്വേതാമേനോനും മത്സരിക്കുന്നുണ്ടെങ്കിലും സംഘടനയിലെ സ്ത്രീവിരുദ്ധത ഒരുപക്ഷെ അവരുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്നും ചിലർ പറയുന്നു. സംഘടനയുടെ തലപ്പത്തേക്ക് വരണമെന്ന് ചിന്തിക്കുന്നവരിൽ ചിലരുടെ മനസ്സിൽ സാമ്പത്തിക നേട്ടമാണ് ലക്ഷ്യമെന്ന് ഒരു വിഭാഗം ആരോപിക്കുന്നു. ഈ കാര്യങ്ങളിലും സംഘടനയ്ക്കകത്ത് കമ്മീഷൻ തട്ടിപ്പുണ്ടെന്നും അതിന് ചില ഉദാഹരണങ്ങളും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ചിലർ അവരുടെ സ്വകാര്യ ബിസിനസ്സിന് വേണ്ടി അമ്മയെ മറയാക്കുന്നുവെന്നും ആരോപണമുണ്ട്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിന് ശേഷം വനിതാ അംഗങ്ങളെ ലക്ഷ്യമിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. അമ്മയുടെ പെൺമക്കൾ എന്നായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പേര്. തുടക്കത്തിൽ ഈ ഗ്രൂപ്പ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന് ആർക്കും സംശയം തോന്നിയിരുന്നില്ല. എന്നാൽ ഗ്രൂപ്പിലെ ചർച്ചകളും നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായപ്പോഴുമാണ് ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി തുടങ്ങിയതാണെന്ന് അംഗങ്ങൾക്ക് തോന്നിയത്. ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം വനിതാ അംഗങ്ങൾ തമ്മിൽ ഐക്യമുണ്ടാക്കുന്നതിനും എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നതിനും ഒരുമിച്ച് നിൽക്കുന്നതിനുമാണെന്നാണ് അഡ്മിന്മാർ പറഞ്ഞിരുന്നത്. ഗ്രൂപ്പ് തുടങ്ങി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടെ അഡ്മിന്മാരും അംഗങ്ങളും തമ്മിൽ ചേർച്ചയില്ലായ്മ ഉടലെടുത്തു. ഇതിൽ പ്രതിഷേധിച്ച് ചിലർ ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് ആവുകയും ചെയ്തു. ഇതിനിടെ ആ ഗ്രൂപ്പിലെ അംഗങ്ങളിൽ നിന്നും 3 പേരെ സംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കണമെന്ന് ഒരു പ്രമുഖ വനിതാ അംഗം അഭിപ്രായം പ്രകടിപ്പിച്ചു. അതിൽ 3 താരങ്ങളുടെ പേരുകളും ആ വനിതാ അംഗം നിർദ്ദേശിച്ചിരുന്നു. ഇതോടെയാണ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെക്കുറിച്ച് പലർക്കും സംശയം തോന്നാൻ കാരണം. നോമിനേഷൻ പ്രക്രിയ പൂർത്തിയായപ്പോൾ ആ സംശയം സത്യമാണെന്ന് ഗ്രൂപ്പിലെ പലർക്കും ബോധ്യമായി. ഗ്രൂപ്പിലെ ഒരു അഡ്മിൻ തന്നെ പ്രമുഖ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. ഇതോടെ ഗ്രൂപ്പിന് പിന്നിൽ അമ്മയിൽ വനിതാ അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന പ്രമുഖ നടനാണെന്ന് മനസ്സിലായതായി ഒരു വിഭാഗം അംഗങ്ങൾ പറയുന്നു. പലരുടെയും വ്യക്തി താൽപ്പര്യങ്ങളും ബിസിനസ്സിന് വേണ്ടിയാണ് അമ്മയെ ഉപയോഗിക്കുന്നതെന്ന തരത്തിൽ ആരോപണങ്ങൾ താരങ്ങൾക്കിടയിൽ ശക്തമാണ്. യുവതാരങ്ങളാരും തന്നെ നിലവിലെ ഭരണസമിതിയുമായി സഹകരിക്കുന്നില്ല. നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ ഒരുപക്ഷെ തങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തങ്ങളെയും പിന്തുടരുമോ എന്ന ഭയമാകാം ഇതിന് പിന്നിലെന്നാണ് ഒരു വിഭാഗം അംഗങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ രംഗത്തേക്കാൾ കൂടുതൽ തൊഴുത്തിൽ കുത്തി നടക്കുന്നത് താരസംഘടനയിലാണെന്നും ചിലർ ആരോപിക്കുന്നു.